ഇനി ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു ഡ്രൈ റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ചിക്കൻ ചുക്കയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 വലിയ സവാള നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനാണ്. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാക്കിയതാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടിയാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഉള്ളി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണയാണ്, അതെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. അതായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി ഫ്രൈ ആയത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ടിടാം. ആദ്യം ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ പേസ്റ്റാക്കിയത്. അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉള്ളി വറുത്തതാണ്. അതുകൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമ്മൾ വെച്ചേക്കാം. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കരിയാപ്പില ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂറായിട്ടുണ്ട്. മസാലയെല്ലാം നല്ലവണ്ണം പിടിച്ച് റെഡിയായിരിക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു മീഡിയം തീയിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമുക്ക് പാനിലോട്ടിടാം. ഇതൊന്ന് നമുക്ക് അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ സൈഡും ഒന്ന് ചൂടായി അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ ചുക്ക ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ ഞാൻ അല്പം പോലും വെള്ളം ചേർത്തതല്ല, ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോകും. നല്ല കളർ വന്നിട്ടുണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ തീയിലൊരു 5 മിനിറ്റ് കൂടെ നമുക്ക് കിടന്നാൽ നല്ലവണ്ണം വെന്ത് നല്ല ചിക്കൻ ചുക്കയായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാങ്ങിയെടുക്കാം. നല്ലവണ്ണം നല്ല കളറായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വന്ന് പരീക്ഷിച്ച് നോക്കുക. ഉണ്ടാക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.